ഹലോ, എൻ്റെ പേര് ഫാത്തിമ ഹിബ. ഞാൻ കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നാണ്. എൻ്റെ വീട് ഇവിടെ കണ്ണൂർ കൂത്തുപറമ്പാണ്. ഞാൻ CUET ഹ്യൂമാനിറ്റീസ് ബാച്ചിലർ കുട്ടിയാണ്. ഞാൻ ടോട്ടലി 8 സബ്ജക്ട്സ് എഴുതിയത്, ലാംഗ്വേജും ഡൊമൈനും ജനറൽ ടെസ്റ്റും കൂടിയിട്ട്. ഇപ്പം കഴിഞ്ഞ 16th എൻ്റെ എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ് ഈ 4 എക്സാം കഴിഞ്ഞു. ബാക്കി എക്സാമിന് 14th എനിക്ക് സെന്റർ കിട്ടിയത് ആലപ്പുഴ ആയിരുന്നു. ആലപ്പുഴ സെന്റ് തോമസ് കോളേജ് സെന്റർ കിട്ടിയത്. ഈ 4th എക്സാമിന്റെ സെന്റർ വന്നില്ല, അതിന്റെ അഡ്മിറ്റ് കാർഡ് വന്നില്ല. ഞാൻ ഒരു തവണ യൂട്യൂബിലൂടെയാണ് പ്രെപ്വൈസിനെ പറ്റി അറിയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു. അങ്ങനെയാണ് പ്രെപ്വൈസിന് ഒരു കോൾ വരുന്നത്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് എല്ലാം വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഡൊമൈൻസ് മാത്രമായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പാരന്റ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഹെൽപ്ഫുൾ ആണെങ്കിലും എടുത്തോന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചതിന്, പക്ഷെ ഞാൻ സോഷ്യോളജി, ആന്ത്രോപോളജി ആ 2 സബ്ജക്ട്സ് എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത ഡൊമൈൻസിൽ അത് 2 ഉണ്ടായിരുന്നു. സോഷ്യോളജി, ആന്ത്രോപോളജി ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. സോഷ്യോളജി, ആന്ത്രോപോളജി നമുക്ക് കുറച്ചൊക്കെ അറിയായിരുന്നുള്ളൂ. അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ പ്രെപ്വൈസിൽ ജോയിൻ ആയത്. ഇപ്പം സോഷ്യോളജി പ്രെപ്വൈസിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ആദ്യമൊക്കെ സെൽഫ് പ്രിപ്പറേഷൻസ് നടക്കുമായിരുന്നു വിചാരിച്ചത്, നടക്കുമായിരിക്കും. പക്ഷെ അത് എൻ്റെ ഒരു ടൈമൊന്നും എനിക്ക് യൂട്ടിലൈസ് ചെയ്യാനും മര്യാദയ്ക്ക് പറ്റാറില്ല. പൊതുവെ +2 എക്സാമിന്റെ സമയത്തായാലും എനിക്ക് തോന്നുന്നൊരു സമയത്ത് പഠിക്കുക, പക്ഷെ ആ സമയത്ത് ഭയങ്കര ബിസി ഉള്ളൊരു ടൈമായിരിക്കും ഞാൻ പഠിക്കാതിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു ഷൂട്ട് ആവുന്ന ടൈം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പ്രെപ്വൈസിൻ്റെതായതുകൊണ്ട് ആ വീഡിയോ കാണാനുണ്ട്. അപ്പോൾ ഒരാൾ പഠിപ്പിച്ചു തരാനുള്ള രീതി എല്ലാം പഠിച്ചു പോയി. പിന്നെ ഹിസ്റ്ററിന്റെ ഫാക്കൽറ്റി ആയ ശ്രീപത്മ മാം, പിന്നെ പൊളിറ്റിക്സിന്റെ അർഷാദ് സാറ്, അങ്ങനെ കുറെ ടീച്ചേഴ്സ്. ഹിസ്റ്ററിന്റെ ഫാക്കൽറ്റി ടീച്ചറോടാണ് എനിക്ക് ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ളത്. എന്താ വെച്ചാല് ടീച്ചർ ഓരോരോ എവന്റ്സും, അതായത് ഈ ക്രോണോളജിക്കൽ ഓർഡറിലായിട്ട് എഴുതാനുള്ളത് കുറേ ഉണ്ടായിരുന്നു ഹിസ്റ്ററിയിൽ എൻ്റെ ക്വസ്റ്റ്യൻസിൽ. അപ്പൊ അത് എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഇയേഴ്സ് റിമൈൻഡ് ചെയ്യല്, ഓർത്തു വെക്കല് ഇറ്റ്സ് എ ബെറ്റർ ടാസ്ക് ആണ്. എനിക്ക് ഓർമ്മയെ ഉണ്ടാവത്തില്ല. ചില ഡേറ്റ് ഓഫ് ബർത്ത് പോലെ എനിക്ക് പെട്ടെന്ന് മറന്നു പോകാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഫ്രീഡം ഫൈറ്റിന്റെ എല്ലാം ഓരോന്നോർത്തൊക്കെ ഭയങ്കര പാടായിരുന്നു എനിക്ക്. പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന ടൈമിലും പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സാമിന്റെ സമയത്ത് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ മാം ക്ലാസ് എടുത്ത ആ ഒരു സംഭവമായിരുന്നു നമുക്ക് ഓർമ്മ വന്നത്. പിന്നെ വാല്യൂ ആഡഡ് നോട്ട്സ്, CUET വാല്യൂ ആഡഡ് നോട്ട്സ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലാസ്റ്റ് ടൈമിൽ ഞാൻ ലാസ്റ്റോട്ടുള്ളൊരു ടൈമിലാണ് ആദ്യം ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ ചെറുങ്ങനെ ഒരു ദിവസം ഒരു വീഡിയോ വെച്ചിട്ടൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത്. പണ്ട് ലാസ്റ്റോട്ട് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ടൈം തീരെ കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാൻ വീഡിയോ കാണും, പക്ഷെ ആ ഒരു സ്പീഡിൽ വീഡിയോ കാണും, ടെൻഷനിലൊരു വീഡിയോ കാണുക, ആ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ എക്സാമിന്റെ തൊട്ട് മുമ്പ് വാല്യൂ ആഡഡ് നോട്ട്സ് നോക്കിയിട്ടാണ് പഠിച്ചത്. അതെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇനി എനിക്ക് 4th പൊളിറ്റിക്സ്, ജോഗ്രഫി, സോഷ്യോളജി, ആന്ത്രോപോളജി 4 സബ്ജക്ട്സ് ഉണ്ട്. അതിന്റെ പ്രിപ്പറേഷൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.